തമിഴ്നാട്ടിൽ MLA സ്ഥാനം രാജിവെച്ച മുതിർന്ന AIDMK നേതാവ് സെങ്കോട്ടയ്യൻ TVKയിൽ ചേർന്നു. AIDMKയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് സെങ്കോട്ടയ്യൻ കഴിഞ്ഞ ദിവസം MLA സ്ഥാനം രാജിവെച്ചത്. ഒരു മാസത്തിനിടെ AIDMKയിൽ നിന്ന് രാജിവെക്കുന്ന രണ്ടാമത്തെ MLA ആണ് സെങ്കോട്ടയ്യൻ. കൂടുതൽ വിവരങ്ങളുമായി അജ്മൽ ന്യൂസ് ഡെസ്കിൽ. അജ്മൽ, എന്താണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? നിഷാദ്, ഇന്നലെയാണ് AIDMKയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ സെങ്കോട്ടയ്യൻ തൻ്റെ MLA പദവി രാജിവെക്കുന്നത്. 1977 ഈ AIDMK പാർട്ടി രൂപീകരിച്ച കാലം മുതൽ ഈ ഗോപിച്ചെട്ടിപ്പുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ 9 തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് സെങ്കോട്ടയ്യൻ. അദ്ദേഹം AIDMKയ്ക്കുള്ളിലെ പാർട്ടിക്കുള്ളിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടിക്കുള്ളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താക്കിയ പന്നീർസെൽവം അടക്കമുള്ള ശശികലയും TTV ദിനകരനെയും അടക്കമുള്ള നേതാക്കളുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ച, ഇവരുമായി പല വേദികൾ പങ്കിട്ടത്, വാർത്താസമ്മേളനം നടത്തിയതൊക്കെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയും അവസാനം ഈ കഴിഞ്ഞ മാസം ഒക്ടോബർ 31 അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് നിലവിലെ അധ്യക്ഷനായിട്ടുള്ള പളനിസ്വാമി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയിരുന്നു. അതിൻ്റെ അനുരണനം എന്നോളമാണ് ഇന്നലെ അദ്ദേഹം തൻ്റെ MLA സ്ഥാനം രാജിവെക്കുകയും തമിഴക വെട്ടിക്കഴകത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇതാ പണയപുരത്തുള്ള TVK ആസ്ഥാനത്തെത്തി TVKയുടെ പാർട്ടി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തത്. നിലവിൽ TVKയുടെ കോർ കമ്മിറ്റി കോർഡിനേറ്റർ പദവിയിലേക്കാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയ് തന്നെ തൻ്റെ സമൂഹമാധ്യമ പേജുകളിലൊക്കെ വന്ന് അദ്ദേഹത്തെ സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ തമിഴ്നാട്ടിൽ നിന്നും AIDMK പാർട്ടിക്കുള്ളിൽ നിന്നും രാജിവെക്കുന്ന രണ്ടാമത്തെ നേതാവാണ് ഈ സെങ്കോട്ടയ്യ. കഴിഞ്ഞ നവംബർ 4 ഈ മാസം 4-ാം തീയതി AIDMK നേതാവായിട്ടുള്ള മനോജ് പാണ്ഡെ അദ്ദേഹവും തൻ്റെ പാർട്ടി സ്ഥാനം MLA സ്ഥാനം രാജിവെക്കുകയും അദ്ദേഹം DMKയുടെ ഭാഗമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുതൽക്ക് തന്നെ DMKയുടെ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഈ സെങ്കോട്ടയ്യ TVKയിലോട്ടോ ആണോ അതോ DMKയിലേക്കാണോ പോകുന്നു എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടർന്നിരുന്നുവെങ്കിലും ഈ അഭ്യൂഹങ്ങൾക്ക് മുഴുവൻ വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം TVKയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു നീക്കമാണ്. കാരണം ഈ AIDMKയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, തമിഴ്നാട്ടിലെ NDA ഘടകകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ടുള്ള AIDMKയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പോകുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോയമ്പത്തൂർ പ്രസംഗം നടത്തുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ കാറ്റ് തമിഴ്നാട്ടിലേക്ക് മടിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ AIDMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് AIDMK വിടുന്നതും TVKയുടെ ഭാഗമായി മാറുന്നതും. അതുകൂടാതെ നിലവിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ അദ്ദേഹം ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മഹാബലിപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ജനറൽ കൗൺസിൽ യോഗത്തിൽ വിജയ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം യഥാർത്ഥത്തിൽ TVKയും DMKയും തമ്മിലാണെന്നായിരുന്നു. അതിനു മറുപടിയായി ഇന്നലെ നയനാർ നാഗേന്ദ്രൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശക്തി പ്രകടനം ഈ TVKയുടെ ഭാഗത്ത് നിന്ന് തമിഴ്നാട്ടിൽ ഉണ്ടാകാതെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ കേവലം വെല്ലുവിളികൾ മാത്രമായി നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് AIDMK എന്ന് പറയുന്ന NDAയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റുന്നത്. കേവലം MLA എന്നതിനപ്പുറം 2 തവണ തമിഴ്നാട്ടിലെ മന്ത്രിയായിരുന്ന നേതാവാണ്. അതുപോലെ തന്നെ MGRന്റെയും ജയലളിതയുടെയും വിശ്വസ്തനായ ഒരു നേതാവായിരുന്ന ഇദ്ദേഹം സെങ്കോട്ടയ്യ അദ്ദേഹം AIDMK പാർട്ടിയുടെ ട്രഷറർ പദവി വഹിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ്. അത്തരത്തിലൊക്കെ AIDMKയുടെ എല്ലാമായിരുന്ന ഒരു നേതാവ് കൂടിയാണ് ഇപ്പോൾ ഈ AIDMKയിൽ നിന്ന് പോയിരിക്കുന്നത് എന്നതാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. TVKയിലേക്ക് തമിഴ് വെട്ടിക്കഴകമെന്ന വിജയുടെ പാർട്ടിയിലേക്ക് കൂടുതൽ നേതാക്കൾ വരുന്നുവെന്ന ആത്മവിശ്വാസം അവർക്കിപ്പോൾ ഉണ്ട്. സെങ്കോട്ടയ്യ എന്ന AIDMKയുടെ പ്രധാനപ്പെട്ട നേതാവ് കൂടി ഇപ്പോൾ വരികയും വിജയ് അത് ആഘോഷപൂർവ്വം അയാളെ സ്വീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ്. അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.